ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങി ഒരു 1 year ഒക്കെ ആയിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതില് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ, കൂടുതൽ ലീഡ്സ് അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് നടക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഓപ്പൺ ആക്കട്ടെ. ഈ വീഡിയോ തികച്ചും ബോധവൽക്കരണം മാത്രം. മിണ്ടാതിരിക്കോ? രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക് വിഷ്ണു. ഫസ്റ്റ് വൺ പെയ്ഡ് ആയിട്ടുള്ള ആഡ്, രണ്ടാമത്തെ ഓർഗാനിക് ആയിട്ടുള്ള. പെയ്ഡ് ആയിട്ടുള്ള ആഡിനെ കുറിച്ചിട്ട് എന്തായാലും നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. കാരണം പെയ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. ഇനി ഓർഗാനിക് ആണെന്ന് പറയുന്ന ഒരു എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓർഗാനിക്കായിട്ട്, അതിൽ തന്നെ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഒരു കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രേപ്പിങ്. നമുക്ക് വെബ്സൈറ്റ്, നമ്മളെ B2B ഒക്കെ ഉള്ള സ്ഥാപനത്തിൽ B2B ഫോക്കസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസസ് ആണ് സ്റ്റാർട്ടപ്പിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയറക്ടറിയിൽ പോയിട്ട് അവിടെ നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ടൂൾസ് നിലവിൽ അവൈലബിളാണ്. ഗൂഗിൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രോം എക്സ്റ്റൻഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡാറ്റ സ്ക്രൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള, ഡാറ്റ റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ഓഫ് ടൂള് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൺസ് നമ്മൾ ഈ ബിസിനസ് ഡയറക്ടറിയിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അവരുടെ നമ്പർ, അവരുടെ നെയിം, അവരുടെ ലൊക്കേഷൻ, ഇങ്ങനെ തുടങ്ങിയുള്ള ഡാറ്റ ഒരു ടേബിൾ രൂപത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് ടൺ ഓഫ് ഡാറ്റ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇതിൽ തന്നെ പെട്ട ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൂഗിൾ മൈ ബിസിനസ്. അപ്പോൾ അതിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരുപാട് ബ്രാഞ്ചുള്ള ഒരു ബിസിനസ് പുതിയ ലൊക്കേഷനിൽ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ്സാണ്. അത് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചു, എന്തോ എവിടെയോ ആരെ കൊണ്ടോ റിവ്യൂ ചെയ്യിപ്പിച്ചു, പിന്നെ ആ വഴിക്കില്ല. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഏജൻസി ഇവിടെ പെരിന്തൽമണ്ണയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് നമ്മൾ ഏകദേശം 12ാമത്തെ റാങ്കിങ്ങിലായിരുന്നു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ പെരിന്തൽമണ്ണ. ഇനി ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ മലപ്പുറം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അതർ ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഇതിന് നമ്മൾ ഒരു ടോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിലൊന്ന് റെഗുലർ ആയിട്ടുള്ള പോസ്റ്റിങ്, 2 നമ്മുടെ ക്ലയൻറ്റിനെ കൊണ്ടും നമുക്കറിയുന്ന നമ്മളെ സ്റ്റോറിൽ അല്ലെങ്കിൽ ഓഫീസിൽ വിസിറ്റ് ചെയ്ത ആളെ കൊണ്ടും റിവ്യൂ ചെയ്യിപ്പിക്കുക. ആ റിവ്യൂവിൽ തന്നെ നമ്മളെ കീവേഡ് എന്ത് ചെയ്യാം, കീവേഡ് കൊണ്ടുവരാം. ഇപ്പോൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ടോപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന കീവേഡ് കൊണ്ടുവരിക. അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റെഗുലറായിട്ട് ഒരു 6 മാസം ആക്ടിവിറ്റി ചെയ്തോട് കൂടിയിട്ട് നമ്മൾ നമ്പർ 1 എത്തി. ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല, ലോക്കലി എന്നുള്ളൊരു ഫോക്കസ് മാറിയിട്ട് നമ്മൾ പാൻ ഇന്ത്യ ആയിട്ടും GCC ആയിട്ടൊക്കെയാണ് നമ്മൾ ക്ലയൻറ്റിന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന് ആ രീതിയിലാവില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ 0യിൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഓൾറെഡി ഒരു ക്ലയൻറ്റ് ബേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അയാളെ വെച്ച് നോക്കുമ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഗോൾഡ് മൈനാണ്. അതിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഡയറക്ടറി B2B ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഡയറക്ടറി, ഇനി ഒരു ലൊക്കേഷൻ ഓറിയൻ്റ് ആയിട്ട് ലോക്കലുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ലോക്കൽ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്. 3ാമത് ലിങ്ക്ഡിൻ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽസിനെയാണ്. പ്രൊഫഷണൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ബെസ്റ്റ് ടൂളാണ്. ലിങ്ക്ഡിനിൽ നമുക്ക് 2 ലെവലിലേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്. ടൂള് കേട്ടിട്ടുണ്ടോ? ഒക്ടോപ്പസ് ടൂള് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ലിങ്ക്ഡിൻ പ്രൊഫൈലിലത്തെ എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടും. അപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് മെയില് നമുക്ക് വിസിബിൾ അല്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ മെയില് വിസിബിൾ അല്ല, വേറെ ആളും വിസിബിൾ അല്ല. പക്ഷേ ഈ ഒക്ടോപ്പസ് പോലുള്ള ഒരുപാട് ടൂളുകളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മെയിൽ എടുക്കാൻ പറ്റും. ലിങ്ക്ഡിൻ്റെ ഒരു മെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് ബിസിനസ് മെയിലാണ്. അപ്പോൾ ഓൾറെഡി അത് അവരെപ്പോഴും ചെക്ക് ചെയ്യുന്നൊരു മെയിലും കൂടി ആയിരിക്കും. അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫഷണൽസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളാണ്.
ഇങ്ങനെ പിന്നെ ഈ ക്രഞ്ച് റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഡാറ്റാസും നമുക്ക് പർച്ചേസ് ചെയ്യാനും അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഈ ഡാറ്റയിലോട്ട് പിന്നെ കോളായിട്ടും മെയിലായിട്ടും വാട്സപ്പായിട്ടും ഫോക്കസ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്.